ബന്ദികളെ വിട്ടയക്കില്ലെന്ന് ഹമാസ് പറഞ്ഞതിന് പിന്നാലെ ഗാസ ഒഴിപ്പിക്കുവാനുള്ള നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട്. ഗാസ ഏറ്റെടുക്കുവാനുള്ള ട്രംപിന്റെ പദ്ധതി അറബ് ലോകത്തെ, പ്രത്യേകിച്ച് ജോർദാനെയും ഈജിപ്തിനെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പാലസ്തീനുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ട്രംപ് ആവശ്യപ്പെട്ടത് ജോർദാനോടും ഈജിപ്തിനോടുമാണ്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയിൽ ഇവരെല്ലാവരും പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ഇന്നലെ ട്രംപ് ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജോർദാൻ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പാലസ്തീനികളെ സ്വീകരിക്കുവാൻ ജോർദാൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്ക നൽകുന്ന എല്ലാ സഹായവും നിർത്തലാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് തീരുമാനം മയപ്പെടുത്തിയിരിക്കുകയാണ് ജോർദാൻ. തീരുമാനവുമായി ട്രംപ് മുന്നോട്ടു പോവുകയാണെങ്കിൽ 2000 രോഗികളായ കുട്ടികളെ ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്ന് ജോർദാൻ രാജാവ് അറിയിച്ചു. Well, Mr. President, I think we have to keep in mind that there is a plan from Egypt and the Arab countries. We're being invited by Mohammed bin Salman to discussions in Riyadh. I think the point is how do we make this work in a way that is good for everybody? Right. Obviously, we have to look at the best interests of the United States, of the people in the region, especially to my people of Jordan. And we're going to have some interesting discussions today. I think one of the things that we can do right away is take 2,000 children that are either cancer children or in a very ill state to Jordan as quickly as possible, and then wait for, I think, the Egyptians to present their plan on how we can work with the president to work on Gaza challenges. അതേസമയം ഗാസ വിഷയത്തിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളാൻ അറബ് രാജ്യങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയുടെ രാജാവായ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ്. ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ വിപ്ലവകരമായ കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്യുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു.